പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുമ്പും വഖഫ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും നുണകൾ പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ബിൽ അവതരിപ്പിച്ച ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇത്ര വിശദമായ ചർച്ച ഒരു ബില്ലിന്മേലും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इस संशोधन बिल में जो जो तर्क है आप उसमें बात कीजिए. आप उसको छोड़ के जो कोई लेना देना नहीं है बिल में, उसके बाद आप लेकर के लोगों को गुमराह करने का, बरगलाने का काम जो किया है, उसको मैं शुरू में साफ करना चाहता हूं. അതേസമയം ബില്ലിൽ തടസ്സവാദവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. നിയമനിർമ്മാണത്തെ കേന്ദ്രം അട്ടിമറിക്കുന്നു എന്ന് കെ സി വേണുഗോപാലും പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കാൻ JPCക്ക് അധികാരമില്ല എന്ന് NK പ്രേമചന്ദ്രനും പറഞ്ഞു. Yesterday what happened, sir? This bill has been brought into the notice of member only afternoon, around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members have to go. Why that, sir? You need to give time for amendment, sir. Sir, there are several provisions to be given amendment. There is no time at all. Okay. We are not discussing the original bill. It is as reported by the Joint Parliamentary Committee. My definite question to the Honorable Speaker, sir, is whether the Joint Parliamentary Committee has the right to incorporate new provisions in the bill. Sir, even this Parliament, even this Lok Sabha, this August House, do not have the right to incorporate a new provision unless you suspend Rule 81. ഭേദഗതി കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ വിശദീകരിച്ചു. भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा. आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया. कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया. वो मत फिर से कैबिनेट के सामने गया. कमेटी के जो सुझाव थे ये भारत सरकार की कैबिनेट ने स्वीकार किए और अमेंडमेंट के रूप में किरण रिजिजू जी लेकर आए. ये तभी होता है जब ये ऑफिशियल अमेंडमेंट कैबिनेट की अनुमोदन के बगैर आता है. ബില്ലിനെ എതിർക്കുമെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുണ്ട്. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് ലോക്സഭയിൽ ചർച്ച നടക്കുന്നത്. മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം വിശദമായ ചർച്ചയിലേക്ക് പ്രതിപക്ഷം അല്ലെങ്കിൽ സഭ കടക്കും. ഇന്ത്യ മുന്നണി അതിനെ എതിർക്കും. CPM പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ബില്ലിനെ എതിർത്ത് സംസാരിക്കും. പാർട്ടി കോൺഗ്രസിൽ അതുവരെ അതിനുശേഷമായിരിക്കും അംഗങ്ങൾ CPM അംഗങ്ങൾ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുക. വഖഫ് ബില്ലിലൂടെ ഒരു ഭൂമിയും തട്ടിയെടുക്കില്ല എന്നാണ് ഇപ്പോൾ കിരൺ റിജിജു വിശദീകരിക്കുന്നത്. നിലവിലെ വഖഫിൽ വനിതകൾക്ക് ഒരു അവകാശവും നൽകുന്നില്ല, എന്നാൽ പുതിയ നിയമ ഭേദഗതിയിലൂടെ വനിതകളുടെ അവകാശവും സാധൂകരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന് ഒരു പ്രത്യേക അധികാരവും ഇതിൽ പ്രയോഗിക്കാൻ കഴിയില്ല. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് കീഴിൽ. ഇത്തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ മന്ത്രി സഭയിൽ ഈ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് നൽകുന്നത്. ഇതിൽ ബിൽ മതവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുകയാണ്. ആവർത്തിച്ച് സ്വത്ത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് സുതാര്യത കൊണ്ടുവരിക എന്നതാണ്, സുതാര്യമായി അത് നടത്തിയെടുക്കുക എന്നതാണ് പുതിയ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് വിശദീകരിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗം ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമാണ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിന് പിന്നിൽ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു നടത്തുന്ന പ്രസംഗത്തിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഉമ്മീദ് നിയമം എന്നാണ് പുതിയ വഖഫ് നിയമം അറിയപ്പെടുക. വഖഫ് വസ്തുക്കളിൽ ഓഡിറ്റ് നടത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതാണ് ഈ ബില്ലിലെ മറ്റൊരു വ്യവസ്ഥ.